ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിലൊരു പത്തിരി ഉണ്ടാക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പത്തിരിൻ്റെ റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പോളം നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, വറുക്കാത്ത പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ പത്തിലൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് കുഴക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം കുഴച്ചെടുക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും കുറച്ചൊരു കട്ടിക്ക് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ രീതിക്ക് നമുക്ക് നല്ല ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു ബോളാക്കി എടുത്തിട്ട് നമുക്ക് കയ്യിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ അരിയൊറൊട്ടിയൊക്കെ ചുടുമ്പം കുറച്ച് തടി ഉണ്ടാവുമല്ലോ, അതുപോലെ ഇല്ലാണ്ട് അതിലും കുറച്ചുകൂടി ഒന്ന് നൈസാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ചൂടായ ഒരു ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇനി മുകൾ ഭാഗം ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 സെക്കൻഡ് വെച്ച ശേഷം വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വേവയില്ല. ഇപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളി പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇതിൽ ഓവറായിട്ട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.